പ്രിയ പ്രേക്ഷകരെ, ട്രംപിന്റെ നെറുകെട്ട തീരുവാക്ക് ട്രംപിന് ഒരു മുട്ടൻ പണി കിട്ടി. പണി കിട്ടിയിരിക്കുന്നത് മറ്റൊരിടത്തു നിന്നുമല്ല, ട്രംപിന്റെ സ്വന്തം മഹത്തായ അമേരിക്കയിൽ നിന്ന്. ട്രംപിന്റെ ഈ തീരുവ യുദ്ധം മൂലം ഏറ്റവും കൂടുതൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് അമേരിക്കയിലെ സാധാരണ ജനങ്ങൾ. ഈ അമേരിക്കയിൽ ഏറ്റവും മിതരീതിയിൽ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന വാൾമാർട്ടിൽ പോലും കൊള്ളവിലയായി. അമേരിക്കക്കാർ കഷ്ടകാലത്തിന് ഒരു ഏത്തപ്പഴം വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചാൽ പോലും അമേരിക്കക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അന്തരീക്ഷമാണ് അമേരിക്കയിലുള്ളത്. ട്രംപിനെ പോലെ ബില്യനേഴ്സിന് ഇതൊക്കെ വലിയ വിഷയമുള്ള കാര്യങ്ങളല്ലല്ലോ. ട്രംപിന് എന്തു നോക്കാൻ? ട്രംപും ഫാമിലിയും പാകിസ്ഥാനുമായി ബിറ്റ്കോയിൻ ബിസിനസ് ചെയ്യുന്നു. പിന്നെ ട്രംപിന്റെ കയ്യിലുമുണ്ടല്ലോ ബില്യൺ കണക്കിന് ഡോളേഴ്സ്. എന്നാൽ അമേരിക്കയിലെ സാധാരണ ജനങ്ങൾ തൊട്ട് അമേരിക്കയിലെ നയതന്ത്രജ്ഞർ, യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ്, എക്സ് പെന്റഗൺ ഒഫീഷ്യൽസ്, സാമ്പത്തിക വിദഗ്ധർ ഇവർ ഒന്നടങ്കം ട്രംപിനെതിരെ ആയിരിക്കുകയാണ്. അമേരിക്കയിൽ ചില സാമ്പത്തിക വിദഗ്ധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രകാരം അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിന്റെ അറ്റമെത്തിയിരിക്കുന്നു എന്ന് കണക്കുകൾ നിരത്തുമ്പോഴും ട്രംപ് അത് അംഗീകരിക്കാൻ തയ്യാറല്ല. പകരം ട്രംപ് വാദിക്കുന്നത് 30 ട്രില്യൺ ഡോളറിന്റെ നേട്ടം അമേരിക്കക്ക് ട്രംപിന്റെ തീരുവ യുദ്ധം മൂലം ട്രംപ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ട്രംപിന്റെ കാര്യം വളരെ വളരെ ഗൗരവമുള്ളതാണ്. ട്രംപിന്റെ കൈക്ക് വിലങ്ങിടാനാണ് അമേരിക്കൻ ലോവർ കോർട്ട് ഉത്തരവിട്ടിരിക്കുന്നത്. ട്രംപിനെതിരായ പ്രധാന കുറ്റമാണ് ട്രംപ് അധികാര ദുരുപയോഗം നടത്തി എന്ന കുറ്റമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ട്രംപിന് പ്രധാന ഭീഷണിയും വെല്ലുവിളിയും ആയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിന് അത്യാവശ്യ ഘട്ടത്തിൽ, അതും അത്ര അത്യപൂർവ അടിയന്തര സാഹചര്യങ്ങളിൽ പ്രസിഡന്റിന് എടുത്തുപയോഗിക്കാവുന്ന പ്രധാന പവർ ട്രംപ് ദുരുപയോഗിച്ചു. ട്രംപ് ഉപയോഗിച്ച ആ പവറാണ് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട്. ഈ നിയമം ലോകവ്യാപകമായി രാജ്യങ്ങൾക്ക് പ്രസിഡന്റിന് തീരുവ ഏർപ്പെടുത്താനുള്ള അധികാരം കൊടുക്കുന്ന നിയമമാണ്. വളരെ അത്യപൂർവമായി അമേരിക്കയ്ക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ മാത്രം ഉപയോഗിക്കാവുന്ന നിയമം. അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ പ്രസിഡന്റാണ് ഈ നിയമം ഉപയോഗിക്കുന്നത്. ആദ്യമായി ഈ നിയമം ഉപയോഗിച്ച പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആണ്. അദ്ദേഹം 1970കളിൽ ട്രംപ് കളിച്ച അതേ കാർഡ് തന്നെയാണ് നിക്സണും അന്ന് അമേരിക്കയിൽ ഇറക്കിയത്. പ്രസിഡന്റിന്റെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ലോകരാജ്യങ്ങൾക്ക് നിക്സൺ തീരുവ ഭീഷണി നടത്തിയതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. അന്ന് നിക്സന്റെ പവർ ദുരുപയോഗം കൊണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടാക്കി വെച്ചത് കനത്ത തീരാ നഷ്ടമാണ്. പണപ്പെരുപ്പത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും അമേരിക്കയെ കൊണ്ടിട്ടു. അന്നുണ്ടായ ഫെഡറൽ ഗവൺമെന്റിൽ നിന്നും നിക്സന് ശക്തമായ കനത്ത വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അന്നുണ്ടായ ഫെഡറൽ ഗവൺമെന്റ് അടങ്ങുന്ന അമേരിക്കൻ കോൺഗ്രസ് അന്നൊരു തീരുമാനമെടുത്തു. ഇനി ഭാവിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റും ഈ ഒരു പവർ ഉപയോഗിച്ച് തലവേദന സൃഷ്ടിക്കരുതെന്ന് കരുതിയിടത്താണ് ഈ 2025 നിക്സന്റെ പാത പിന്തുടർന്ന് ട്രംപിന്റെ ശുദ്ധ മണ്ടത്തരമെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ ട്രംപ് ലോകവ്യാപകമായി തീരയുദ്ധം നടത്തിയത്. നിക്സന് അന്നുണ്ടാക്കി കൊടുത്ത മാനക്കേട് ചരിത്രത്തിൽ ഒരു വലിയ പാഠമായി നിൽക്കുമ്പോഴും ട്രംപ് എത്ര കൊണ്ടാലും കേട്ടാലും ഞാൻ പഠിക്കില്ല രാമ എന്ന മട്ടിൽ ട്രംപ് വീണ്ടും പരീക്ഷണത്തിന് മുതിർന്നത്. ട്രംപിന്റെ വിധി അമേരിക്കയുടെ ടോപ്പ് കോർട്ടിലേക്ക് അപ്പീൽ വിടുമ്പോൾ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ട്രംപിന്റെ കയ്യിൽ വിലങ്ങ് വീണാലും ഇല്ലേലും ട്രംപ് ഉണ്ടാക്കി വെച്ച ലോകവ്യാപക അബദ്ധം ലോകരാജ്യങ്ങളെ ബാധിക്കാതിരിക്കില്ല. കാരണം ഒരുപാട് ചരക്കുകളാണെന്നേ ട്രംപിന്റെ തീരുവ മൂലം അങ്ങാട്ടും ഇങ്ങോട്ടുമില്ലാതെ ചരക്കുകൾ കടലിൽ കെട്ടിക്കിടക്കുന്നത്. അമേരിക്കയിലെ ലോ മേക്കേഴ്സും എക്സിക്യൂട്ടീവ്സും അടങ്ങുന്ന US കോൺഗ്രസിന് മാത്രമാണ് തീരുവ ഏർപ്പെടുത്താനുള്ള അധികാരം ഉള്ളത്. എന്നാൽ US കോൺഗ്രസിനെ വകവെക്കാതെ ട്രംപ് നടത്തിയ തീരുവ യുദ്ധം ട്രംപിന് തന്നെ വിനയായിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ട്രംപിന്റെ കയ്യിൽ വിലങ്ങ് വീഴുമോ ഇല്ലയോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.